പശ്ചിമേഷ്യയിലെ ഒരു എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധം തീർന്നോ എന്ന് ചോദിച്ചാൽ തീർന്നു, തീർന്നില്ലേ എന്ന് ചോദിച്ചാൽ തീർന്നില്ല എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. നമുക്കറിയാം, ഇവര് പാകിസ്ഥാനിൽ പോയിട്ട് അസീം മുനീറിന്റെ നേതൃത്വത്തിൽ അവിടെ ചർച്ച ചെയ്യുന്നു. ചർച്ചയ്ക്ക് മുമ്പ്, രണ്ടാമത്തെ ചർച്ചയ്ക്ക് മുമ്പ് അരാഗ്ചി തിരിച്ചു പോകുന്നു. കുഷ്ണറും സ്റ്റീവ് വിറ്റ്കോഫും അങ്ങോട്ട് പോകാൻ പ്ലെയിനിൽ കയറുന്നതിന് മുമ്പ് പുറത്തിറങ്ങുന്നു. മൂന്നാമത് പിന്നെ പാകിസ്ഥാന്റെ ഇടനിലക്കാരായിട്ടുള്ള ചർച്ച നടത്തുന്നു, ബ്രോക്കർമാരായിട്ടുള്ള ചർച്ച നടത്തുന്നു. ഇതൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. തീർന്നു എന്ന് ചിലർ പറയുന്നത്, തീർന്നില്ല എന്ന് പറയുന്നത്. ഈ തീർന്നില്ല എന്ന് പറയുമ്പോൾ പോലും ടണ്ണ് കണക്കിന് ആയുധങ്ങളാണ് അമേരിക്കയിൽ നിന്ന്. ഇന്നലെ തന്നെ 6500 ടണ്ണ് ആയുധം ഇസ്രായേലിൽ എത്തിയിട്ടുണ്ട്. സ്റ്റാൻഡ് ബൈ എന്ന് പറയും നമ്മൾ ഇപ്പോൾ പട്ടാളത്തിലോ പോലീസിലൊക്കെ ഇനി സ്റ്റാൻഡ് ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്ത് നിൽക്കാനാണ് അതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മധ്യപൂർവേഷ്യയിൽ സ്റ്റാൻഡ് ബൈ ആണ് എല്ലാ മിലിറ്ററി ഫോഴ്സുകളും. അവിടെ ഹോർമസ് കടലൊടുക്കിൽ വീർപ്പുണ്ടിക്കുക. ഇറാൻ വിചാരിച്ചത് അവരുടെ കയ്യിലായിരിക്കും ഹോർമസ് എന്ന കടലൊടുക്ക്. അമേരിക്ക അതിൻ്റെ ബ്ലോക്കേഡ് അങ്ങോട്ട് വെച്ചിട്ട് അവർ പിരിക്കാൻ എന്നുള്ള ട്രംപ് അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. ഇവിടെ ഇന്ന് ഞാനും മിഥുനും ചർച്ച ചെയ്യുന്ന വിഷയം ഈ യുദ്ധത്തിൽ ഖത്തർ എന്ന രാജ്യത്തിൻ്റെ സ്വാധീനത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ മുമ്പ് ഈ ട്രംപിൻ്റെ ലോക വിവരം എന്ന് പറഞ്ഞത് എല്ലാവർക്കും പ്രസിദ്ധമായിട്ടുള്ളൊരു കാര്യമാണ്. സത്യത്തിൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ലീഡറാണ്. ഒരു ലീഡറിനെ സംബന്ധിച്ചിടത്തോളം അത്ര ലോക വിവരത്തിൻ്റെ ആവശ്യമില്ല. കാരണം അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഒരാൾക്കാരുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞത്, പണ്ട് നരേന്ദ്രമോദി ആദ്യമായിട്ട് ഇവിടെ വരാണ് വാഷിങ്ടൺ DC ട്രംപ് പ്രസിഡന്റ് ആയപ്പോൾ 2016 കാണാൻ വന്നപ്പോൾ മോഡി ട്രംപിനോട് രഹസ്യമായിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് 3000 കിലോമീറ്ററോളം ചൈനയായിട്ടുള്ള ഒരു അതിർത്തി ഉണ്ട്, ആ അതിർത്തിയിൽ വലിയ പ്രശ്നങ്ങളാണ്, ഞങ്ങളെന്ന് സഹായിക്കണം എന്നും പറഞ്ഞാണ് മോഡി വന്നിരിക്കുന്നത്. അപ്പം ട്രംപ് മോഡിയും ഇപ്പുറത്ത് തിരിഞ്ഞിട്ട് ചോദിക്കുകയാണ്, ഇന്ത്യയും ചൈനയായിട്ട് അതിർത്തി പങ്കെടുത്തുണ്ടോ? അതാണ് അദ്ദേഹത്തിന്റെ ജിയോഗ്രഫിക്കൽ, പൊളിറ്റിക്കൽ, ഹിസ്റ്റോറിക്കൽ അറിവ്. കാരണം അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്. റിയൽ എസ്റ്റേറ്റിന്റെ കാര്യം ഇവിടെ എത്ര സെന്റിന് എത്ര ഭൂമി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപ് വേണമെങ്കിൽ പറയും. പക്ഷേ ഈ സാമൂഹിക കാര്യങ്ങൾ, ഇത് ജിയോഗ്രഫിയോ ഹിസ്റ്ററി ഒന്നും ഇദ്ദേഹത്തിന് അത്ര അല്ല, അങ്ങനെയുള്ള കാര്യങ്ങളിൽ. പക്ഷെ അദ്ദേഹത്തിന് ഗുണങ്ങളുണ്ട്, കോട്ടങ്ങളുണ്ട്. അപ്പൊ അതാണ് ട്രംപ്. മോഡി വലിയ കാര്യമായിട്ട്, കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനേക്കാളും വലിയ ത്രെറ്റ് ചൈനയാണ്. അവിടെ നിന്നും വരുന്ന, ഒരിക്കൽ യുദ്ധം ചെയ്തിട്ടുമുണ്ട്, വലിയ ത്രെറ്റാണ്. അപ്പൊ അതിൻ്റെ ഒരു സഹായത്തിന് വേണ്ടിയാണ്. വലിയ പ്രശ്നമാണ്, ട്രംപെ ഒന്ന് സഹായിക്കണം ട്രംപ് അളിയ എന്നും പറഞ്ഞു വന്നതാണ്. ട്രംപ് ഇന്ത്യൻ ചൈനയായിട്ട് അതിർത്തി ഉണ്ടോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഇത്. അതുപോലെയുള്ള വിവരങ്ങളാണ് ഇപ്പൊ നമുക്ക് മിഥുന് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇതുണ്ട്. നമുക്ക് മിഥുനോട് ചോദിച്ചറിയാം എന്താണ് ഈ ട്രംപിന്റെയും ഒപ്പം തന്നെ ഖത്തർ എന്ന രാജ്യത്തിന്റെ പ്രാധാന്യം, അവര് ഏത് ചേരിയിൽ നിൽക്കുന്നു എന്നുള്ളതിനെ കുറിച്ചും നമുക്ക് മിഥുൻ പറയട്ടെ. പ്രാധാന്യത്തെക്കാട് കൂടുതൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, ഖത്തർ എന്ന രാജ്യത്തിന്റെ അൺഎക്സ്പെക്റ്റഡ് ലോസായി മാറിയിരിക്കുകയാണ്. അതായത് പരാജിതനായി മാറിയിരിക്കുകയാണ് മധ്യപൂർവേഷ്യയിൽ. കാരണം നമ്മൾ നോക്കുമ്പോൾ 2016-17 കാലഘട്ടത്തിൽ ഖത്തറിനെ ഒറ്റപ്പെടുത്തിയ സംഭവം ഓർമ്മയില്ല സാറല്ലേ? അവർ പശുവിനെ കൊണ്ടുവരുന്ന കാലഘട്ടത്തിൽ അത് അതിജീവിച്ചൊരു കാലഘട്ടത്തിൽ, അങ്ങനെ അതിജീവിച്ചപ്പോൾ ആ ഒരു ബ്ലോക്കേഡിനെ UAE-യുടെയും സൗദിയുടെയും ബ്ലോക്കേഡിനെ അതിജീവിച്ചു വന്നപ്പോൾ മധ്യപൂർവേഷ്യയിലെ ശക്തനായ ഒരു രാജ്യമായി മാറി ആര്? ഖത്തർ. അതായത് ആരെയും ചർച്ചയ്ക്ക് വിളിച്ചു വരുന്നത്, താലിബാനുമായുള്ള ചർച്ച, ഹമാസും ഒക്ടോബർ 7 ശേഷമുള്ള ഹമാസും ഇസ്രായേലുമായുള്ള ചർച്ച, ഇതൊക്കെ എവിടെയായിരുന്നു? ഇവിടെ വെച്ചായിരുന്നു സാർ, ഖത്തർ. അത്രയും ശക്തനായിട്ടൊരു നേതാവ് രാജ്യമായി മാറി വന്ന ഖത്തർ ഇന്ന് ലോകത്തിന് മുമ്പിൽ പരിഹാസ്യപാത്രമായിരിക്കുകയാണ്. കാരണം സംഭവം എന്ന് വെച്ചാൽ, ഖത്തർ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് 500 വർഷത്തേക്കുള്ള ഗ്യാസ് ഉണ്ടെന്ന് പറയുന്നത്. 500 വർഷത്തേക്ക്, 1-2 അല്ല, 500 വർഷത്തേക്ക് ഖത്തർ പൗരന്മാർക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വീട്, ടെലിഫോണിക് സൗകര്യങ്ങൾ, അവർക്ക് ചികിത്സയ്ക്ക് വേണ്ടി എന്തും ചെയ്യാം. പൈസ കൊണ്ട് ആർമാദിച്ചു. അവർക്ക് അറിയാം അവരുടെ നെഗറ്റീവ്സ്, അതായത് അവരുടെ ദൂഷ്യവശങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് ഒരു കുഞ്ഞു രാജ്യമാണ്, ശത്രുക്കളാൽ ഒറ്റ നിൽക്കുന്നില്ല. അതായത് സൗദി ഉണ്ട്, UAE ഉണ്ട്, ഇറാൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അവർ എന്താ പറയുന്നത്, അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ സെക്യൂരിറ്റിക്ക് അവർ കൂടുതൽ പ്രാധാന്യം കൊടുത്തു. അവർ അമേരിക്കൻ ബേസ് ഒക്കെ കൊണ്ടുവന്നു.
നമുക്കത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം ഒരു അൽ ജസീറ എന്ന് പറയുന്ന ചാനൽ അവർ ഏറ്റെടുത്തു. അതിനുശേഷം നമുക്കറിയാം ഒരുപാട് കാര്യം നമുക്ക് ചാനലിലൂടെ പറയാൻ സാധിക്കില്ല. നമുക്ക് ഒരുപാട് സാധനം അറിയാലോ എന്തൊക്കെയാണ് അവർക്ക് എത്ര കഴിഞ്ഞ വർഷങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ അല്ലേ. സാർ ഒരു വീഡിയോ കൂടി ചെയ്യണമായിരിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പം അങ്ങനെ വർഷങ്ങളോളം ബില്യൺസ് രൂപ മുടക്കിയിട്ട് അവരുണ്ടാക്കിയെടുത്ത ഒരു ഇമേജ്, അതായത് ആർക്കും ഖത്തറിൽ വരാം, ദോഹയിൽ വരാം, സംസാരിക്കാം, നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞു കേൾക്കാം, ഞങ്ങൾ ശക്തനായ രാജ്യമാണ് എന്ന് പറഞ്ഞു വരുത്തിയിരുന്ന ഖത്തറിലാണ് നെത്തന്യാഹുവിനെ അടിച്ചത് അല്ലേ. കാരണം നെത്തന്യാഹു മുമ്പും പിന്നും നോക്കിയില്ല, ജസ്റ്റോടെ പോലെ ഓക്കെ കോൺസിക്വൻസ് ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പ് എവിടുന്ന് കിട്ടി? ആയിരിക്കുന്നല്ല സാറ്, ആണ്. അതായത് ദോഹയിൽ ബോംബിട്ടാൽ ട്രംപ് ഓ മൈ ഗോഡ് ഇറ്റ്സ് എ ബിഗ് പ്രോബ്ലം, ഓ മൈ ഗോഡ് ദാറ്റ്സ്, ട്രംപിന് ആശ്ചര്യം ഉണ്ടായില്ല. ട്രംപ് വലിയ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. ഓക്കെ ഫൈൻ. വേറെ അമേരിക്കൻ പ്രസിഡന്റ് ആരും ആയിരുന്നെങ്കിൽ അവർ രോഷകുലരായി മാറിയനെ. കാരണം അമേരിക്കയുടെ ഏറ്റവും വലിയ ബേസുള്ള രാജ്യമാണ് അല്ലേ. അത് കാരണം അത് കുഴപ്പമില്ല. വേറൊരു കാര്യമുള്ളത്, നമ്മൾ തുടക്കത്തില് അദ്ദേഹത്തിന്റെ ആ ഒരു നീക്കുപോക്കുകൾ വെച്ച് കഴിഞ്ഞ തവണ ഇതുപോലെയുള്ള അബ്രാഹിമിക് അക്കോർഡ് വരുന്നു, മൈക്ക് പോംപിയോ ആയിരുന്നു വിദേശകാര്യ സെക്രട്ടറി. അവിടെ ഖത്തറായിട്ടുള്ള പ്രശ്നം, ഖത്തറും സൗദി ആയിട്ടുള്ള പ്രശ്നം, ഐസിസുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെ ഒരു ചെയിൻ ഓഫ് ഇതാണ് അവിടുത്തെ വളരെ പിണക്കങ്ങൾ. ഇപ്പൊ UAEയും സൗദിയും തമ്മിലുള്ള പിണക്കാണ് നടക്കുന്നത്. അപ്പൊ അവിടെ നടക്കുന്ന ആ ഒരു ഐസിസ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന ഇതില് ഒരു പക്ഷെ സൗദിക്ക് ഖത്തറിന് പിടിച്ചെടുക്കത്തുള്ള കേസുള്ളൂ. വലിയ രാജ്യമാണ്. പക്ഷെ അതിന് ഇവര് ഈ ഓരോ രാജ്യങ്ങളുമായിട്ട് ഖത്തറായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ബന്ധമാണ് അമേരിക്കയ്ക്കുള്ളത്. ഈ UAE ആയിട്ടൊരു ബന്ധം, അല്ലെങ്കിൽ സൗദി ആയിട്ട് വേറെ ബന്ധം, അത് കരാറുകൾ എഴുതി വെച്ച കരാറുകൾ പ്രകാരമുള്ള വർഷങ്ങളോളമുള്ള ഇതാണ്. അതാണ് അവർക്ക് എന്നും അതിൽ ഡിപ്പെൻഡന്റ് ആണ്. ഇപ്പൊ കാണിക്കുന്നതൊക്കെ താൽക്കാലികമാണ്. ഇപ്പൊ UAEയുടെ അതെല്ലാം ഇതൊക്കെ അമേരിക്കയുടെ നേതൃത്വത്തിലാണ് അവിടെ. ഈ ഒപ്പം തന്നെ ട്രംപ് ആദ്യമായിട്ട് ഖത്തറിൽ ചെന്നിറങ്ങിയ തവണ താങ്കൾക്ക് ഓർമ്മയുണ്ടോ? ഈ തവണ ആദ്യം ഖത്തറിൽ ചെന്നിറങ്ങിയിട്ട് $1.5 ട്രില്യന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണ് അവിടെ ചെയ്യുന്നത്. $38 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് ആണ് അൽ ഉദൈദ് എയർഫോഴ്സ് ബേസിൽ ചെയ്യാൻ പോകുന്നത്. ഞാൻ വിക്ടർ ഭായ്, ഇത് ജംഗിൾ രാജാണ്. ജംഗിൾ രാജ് കേട്ടിട്ടില്ലേ? ജംഗിൾ രാജില് കരുത്തുള്ളവൻ പ്രത്യേകാതങ്ങളെ പറ്റി സംസാരിക്കില്ല. അതായത് നെത്തന്യാഹു പറഞ്ഞിരിക്കുകയാണ് ഖത്തർ ഇപ്പോൾ ഇവിടെ ഡസൻ കെയർ അബൌട്ട്. ട്രംപ് വന്നിറങ്ങി സാറി ഇപ്പോൾ $1.5 ട്രില്യൺ എന്നൊക്കെ പറയുന്നില്ലേ, അതൊക്കെ നടക്കുന്നെന്ന് പറയുന്നത് സമാധാന കാലഘട്ടത്തില്. ജംഗിൾ രാജ് മേ ऐसा नहीं चलेगा, मेरे पास ताकत है, तुम्हारों को उसको टोकेगा कितना टोकेगा എന്ന് പറഞ്ഞാൽ അടിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ജംഗിൾ രാജ്. ഇതില് വേറൊരു ഘടകം കൂടി ഉള്ളത്, നമ്മളൊരു 2, 3, 5 കൊല്ലം പിന്നോട്ട് പോകുമ്പോ അവിടുത്തെ ചേരി എങ്ങനെയായിരുന്നു വെച്ചാല് ഖത്തർ, ഇറാന്, ടർക്കി, അങ്ങനെ ഒരു ഫണ്ടമെന്റൽ ഇസ്ലാമിക ഫണ്ടമെന്റൽ ചേരി ഉണ്ടായിരുന്നു. അതിന് ബദലായിട്ടാണ് UAE, സൗദി അറേബ്യ, ബഹ്റൈൻ, ഇവരൊക്കെ ആ ഒരു മതം വിട്ട പോലെയാണ് അവരുടെ ഇത്. പക്ഷെ ഖത്തർ അപ്പോഴും ഇറാന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്താണ്. എന്നിട്ട് തിരിച്ചടിക്കാൻ അമേരിക്കയ്ക്ക് വേണ്ടി തിരിച്ചടിക്കാൻ പോയപ്പോ ഇവരെന്ത് ചെയ്തു? എവിടേക്ക് അടിച്ചേ? LNG $20 ബില്യൺ നഷ്ടം ഉണ്ടാക്കി ഖത്തറില്. ആ LNG ടെർമിനലിൽ അടിച്ചില്ലേ? അതായത് ആ ഒരു മാപ്പ് നോക്കിയാൽ നമുക്കറിയാം, സൗത്ത് പാഴ്സ് ഇറാന്റെ ഭാഗ, ഖത്തറിന്റെ അതിർത്തിയിൽ കിടക്കുന്ന ഭാഗമാണ് സൗത്ത് പാഴ്സ്. ഈ LNG ടെർമിനലിൽ അടിച്ചത് $20 ബില്യൺ നഷ്ടം. അവസാനം ഇയാൾ കരഞ്ഞു. തമീം കരഞ്ഞിട്ട് ട്രംപിനോട് പറഞ്ഞു. ട്രംപ് എന്നിട്ട് പ്രസ്താവന നടത്തിയില്ല. താങ്കൾ നേരത്തെ പറഞ്ഞു ട്രംപ് പ്രസ്താവന ഖത്തറിന് വേണ്ടി കുറെ വാദിക്കുന്നുണ്ട്. ട്രംപ് ഖത്തറിന് വേണ്ടി നിങ്ങൾ അത് നല്ലൊരു രാജ്യമാണ്, എന്തിനാണ് നിങ്ങൾ ഇവിടെ അടിച്ചത്, ഞങ്ങൾ ഇനി ഖത്തറിനെ അടിച്ചത് ഞങ്ങൾ ഇതുപോലെ നോക്കിയിട്ടില്ല എന്ന് ട്രംപ് പറഞ്ഞു. ഇപ്പൊ അടുത്ത് താങ്കൾ കേട്ടോ, 1 മാസം മുമ്പ് ട്രംപ് പറഞ്ഞു ഇനി ഖത്തറിനെ അടിച്ചെന്നു. അപ്പൊ തമീം വ്യക്തിബന്ധത്തിലൊക്കെ വളരെയധികം അങ്ങനെയുള്ളൊരു ഇത് ട്രംപുമായിട്ട് വ്യക്തിബന്ധം സൂക്ഷിക്കുന്ന ആളാണ് ട്രംപ്. വ്യക്തിബന്ധമല്ല, ബിസിനസ് ബന്ധങ്ങൾ ബിസിനസ് ആയിരിക്കാം. പിന്നെ അതോടൊപ്പം അദ്ദേഹം ഏഷ്യയിലെ എവിടേക്കോ പോവായിരുന്നു ട്രംപ്. ആ സമയത്ത് അൽ ഉദൈദ് ബേസില് എയർഫോഴ്സ് 1 അദ്ദേഹത്തിന്റെ വിമാനത്തിൽ റീഫ്യൂവലിന് വേണ്ടി നിർത്തി. തമീം ആ ഫ്ലൈറ്റിൽ വന്നിട്ട് അവർ രണ്ടാളും കൂടി ഒരു പത്രസമ്മേളനം നടത്തി. കാരണം ഫ്ലൈറ്റിന്റെ ഉള്ളിൽ എയർഫോഴ്സ് 1 ഉള്ളിൽ അവരൊരു പത്രസമ്മേളനം. സംഭവം എന്ന് പറഞ്ഞാല്, അതായത് ഇപ്പൊ പറഞ്ഞില്ലേ, അതായത് മെയിൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ശക്തിയാണ് ഇമ്പോർട്ടന്റ്. ഇവിടെ ഞാൻ വിക്ടർ ഭായ്, താങ്കൾ എന്റെ ഫ്രണ്ടാണ്, ഞാൻ ഇവിടെ വന്നു, എന്നെ കാണാൻ ഒന്ന് കെട്ടിപ്പിടിച്ചു, ഒന്നുമല്ല. പോയിന്റ് എന്ന് പറയുന്നത് താങ്കൾക്ക് എത്രമാത്രം ശക്തിയുണ്ട്.
ഞാൻ എന്റെ ശക്തി ഞാൻ താങ്കൾക്കൊന്നും ഉപയോഗിക്കില്ല. നിങ്ങൾ ശരിയാണ്, ഞാൻ വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു ഉമ്മൊക്കെ വെച്ചു, അതൊക്കെ നമ്മ വേറെ കേസ്. നമ്മള് ഇതിനെങ്ങനെ കണക്ക് കൂട്ടുന്നത് ഞാനൊരു വേറൊരു രീതിയിൽ പറഞ്ഞു. അത് പറയും. നാട്ടില് നമ്മള് നാട്ടിലെ വ്യക്തിബന്ധങ്ങളുണ്ട്. നമ്മൾ പറയും ചങ്കാടാ നീ, ഞങ്ങളുടെ ചങ്കടണ്ടെന്ന് അടിച്ചു കഴിഞ്ഞാൽ പൈസ കടഞ്ഞു വെക്കുന്നവരെ. അല്ലല്ല, അങ്ങനെയല്ല, പൈസ കടഞ്ഞു വെക്കില്ലല്ലോ. വ്യക്തിബന്ധങ്ങൾ നമ്മുടെ നാട്ടിൽ നമ്മളുടെ ഇത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അടഞ്ഞ വാളാണ്. ഇവിടെ വ്യക്തിബന്ധങ്ങളില്ല. അത് സായിപ്പിന്റെ ഒരു കൾച്ചറാണ്. ഇവിടെ വ്യക്തിബന്ധങ്ങൾക്ക് ഒരു വിലയില്ല. എന്നർത്ഥം ഇവര് മോശപ്പെട്ട മനുഷ്യരൊന്നല്ല. ഒരു ആര് ഏകാന്തത, ലോൺലിനെസ് ജീവിക്കുന്നവരാണ് ഈ പറഞ്ഞ അമേരിക്കൻസ് എന്ന് പറയുന്നത്. അവരുടെ ഇൻഡിപെൻഡൻസ്, അവരുടെ ഫ്രീഡം, അവരുടെ ഒരു സ്പേസ്, അതിനുള്ളിലേക്ക് അവർ ആ ഒരു ലോൺലിനെസ്സിലേക്ക് ആരും കടത്തില്ല എന്ന് പറഞ്ഞ മാതിരിയാണ് അമേരിക്കയുടെ ബന്ധം. ഇപ്പൊ ഖത്തറായിട്ടുള്ളൊരു ബന്ധം പറയുമ്പോ അവര് എഴുതി വെച്ചപ്പോ അവര് എഴുതുമ്പോ പറയുമ്പോ എഴുതും, ഇതൊക്കെയാണ് നമ്മൾ തമ്മിലുള്ള കരാറ്, ഇതൊക്കെയാണ് നിന്റെ കസേര പോകണമെങ്കിൽ ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾക്ക് ഒരു ബേസ് അവിടെ ഇടും, ആ ബേസിൽ ഞങ്ങൾ ഇന്ന് ചെയ്യും, അതിന്റെ കമാൻഡ് നിനക്കായിരിക്കും. അവിടെ ഖത്തർ ആ അൽ-ഉദൈദ് ബേസിൽ നിന്ന് ഒരു വിമാനം പറക്കണമെങ്കിൽ തമീമിന്റെ അനുവാദം വേണം. അൽ-ഉദൈദ് തമീമിന്റെ അനുവാദം വേണം. തമീം ആ ഒരു കരാറിൽ പെട്ടതാണ്. രഹസ്യമായിട്ട് അല്ല, അമേരിക്ക അതൊരു അഡ്ജസ്റ്റ്മെന്റ് അടി എന്ന് പറയുന്നത് തമീം പോലും അറിഞ്ഞിട്ടുണ്ടാവും. അടിക്കുമെന്നുള്ളത് തമീം പോലും അറിഞ്ഞിട്ടുണ്ടാവും. ഖത്തർ എന്ന് പറയുന്ന വ്യവസായ രാജ്യം ബില്യൺസ് ഓഫ് ഡോളർ ഉണ്ടാക്കി ആളുകളെ വ്യവസായത്തിന് ക്ഷമിക്കുമ്പോ ഞാൻ പറട്ടെ, നിങ്ങൾക്ക് സ്വന്തം വീടെന്ന് വിചാരിക്കുക. നിങ്ങൾ ആ വീട് നിങ്ങളുടെ ഭാര്യയും കുട്ടികളൊക്കെ ആയിട്ട് താമസിക്കുന്ന വീടാ. ആ വീട്ടിൽ കംപ്ലീറ്റ് ചെയ്യട്ടെ. ആ വീട്ടില് ഞാൻ പറയാം, എനിക്കൊരു കാര്യം, എനിക്കൊരു അലമ്പുണ്ടാക്കണം, എനിക്കൊരു ഷോ നടത്തണം, അല്ലെങ്കിൽ വീട് തല്ലിപ്പൊളി. നിങ്ങളെ വീട് എനിക്ക് തല്ലിപ്പൊളിക്കാൻ തരുമോ? ഷോ നടത്താം. ഇത് രാജ്യവും കുടുംബമായിട്ടുള്ള വ്യത്യാസമുണ്ട്. അതൊരു കുടുംബം എന്ന് പറഞ്ഞാൽ വേറൊരു ഇതാണ്. ഒരു രാജ്യം എന്ന് പറയുമ്പോ അല്ല, ഇറാൻ കഴിഞ്ഞ തവണ, അതായത് 8 മാസം മുമ്പ് ജൂണിലോ ജൂലൈയിലോ അവിടെ അടി നടക്കുന്ന സമയത്ത് ഇറാൻ തമീമിനെ വിളിച്ചോളത് ഞങ്ങൾ ഒരു 10 ബോംബ് അങ്ങോട്ട് ഇടുന്നുണ്ട്. എന്തിനാ? അൽ-ഉദൈദിലേക്ക് വരുന്നുണ്ട്. അതൊക്കെ അടിച്ച് തടഞ്ഞു നിർത്തി. അന്ന് 8 മാസം മുമ്പ് താങ്കൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. അത് അടിക്കാൻ കാരണം ഇറാൻ ചോദിച്ചിട്ട് അടിച്ചേ. ഇറാൻ തമീമിനെ വിളിച്ച് ചോദിച്ചിട്ട് ഞങ്ങൾ ഒരു ഇല്ല, താങ്കൾ തോറ്റു പോവല്ലേ, അല്ല ഞാൻ പറഞ്ഞു. അതായത് ഇസ്രായേൽ അടിച്ചത് എവിടെ? അവരുടെ വലിയ സ്ഥലത്തൊന്നല്ല, ഒറ്റ സ്ഥലത്ത്. ആ മറ്റേ അതിന്റെ തലപ്പത്ത്, അയാളുടെ പേരുകൾ ഞാൻ മറന്നുപോയിട്ടാ, ആ തലപ്പത്തിരിക്കണില്ലേ, മറ്റേ ഹമാസിന്റെ തലപ്പത്തിരിക്കണ ഒറ്റ വ്യക്തി. മറ്റേ യഹിയ സിൻവാർ കഴിഞ്ഞു, ഇസ്മയിൽ ഹനിയെ കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഒരു താഴെയുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ആ പേര് ഞാൻ മറന്നുപോയി. അയാളുടെ മകൻ അതിൽ മരിക്കുകയും ചെയ്തു. ആ ഒറ്റ പ്രോപ്പർട്ടി മേടിച്ചുള്ളൂ, ഒറ്റ പ്രോപ്പർട്ടിമേ. കാരണം ഓൾറെഡി ഖത്തറിനോട് പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരാൾക്കും അഭയം കൊടുക്കരുത്. അവിടെ ഇസ്മയിൽ ഹനി അവിടെ സുഖമായിട്ട് $4 ബില്യൺ വെച്ച് ദോഹയിൽ കഴിയായിരുന്നു. അപ്പൊ ഇസ്രായേലും അമേരിക്കയും, അതായത് നമ്മള് നേരെയുള്ള കമ്മ്യൂണിക്കേഷന് പകരമായിട്ട് രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്തും. ഇത് ഞങ്ങൾ ഒരൊറ്റ അടി അവിടെ അടിക്കേണ്ടത്. ആ വീട്ടിൽ ഒരാൾ ഒരു വാണിംഗ് സൈൻ, അവിടെ ഒളിക്കാൻ സ്ഥലമില്ല, ഇസ്രായേലിനെതിരെ പ്രവർത്തിച്ചിട്ട് ഒരുത്തിനും ഒളിക്കാൻ സ്ഥലം കൊടുക്കില്ല എന്ന വാണിംഗ് ആണ് ഇസ്രായേൽ കൊടുത്തത്. തമീമിനോട് ഒറ്റ വാക്ക് പറഞ്ഞിട്ടുണ്ടാവും. ട്രംപിന് ഫ്രണ്ടിൽ കൂടെ ഇവരൊക്കെ പറയണ, ഇപ്പൊ നമ്മുടെ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഫ്രണ്ടിൽ കൂടെ പറയണ കാര്യമല്ല അവര് തമ്മിലുള്ള ധാരണ. ഒറ്റ അടി അവിടെ അടിക്കൂട്ടാ എന്ന് പറഞ്ഞാൽ ഒറ്റ അടി അവിടെ അടിച്ചിട്ടുണ്ടാവും. വാണിംഗ് ആണ്, നിങ്ങൾ ഖത്തറിലും ജീവിക്കില്ല എന്നുള്ള വാണിംഗ് ആ കൊടുത്തത്. ഇനി താങ്കൾ പറഞ്ഞു. ഞാൻ പ്രത്യേകിച്ചും പറയാം, സാറ് പറഞ്ഞ താങ്കൾ തോറ്റു, ഞാൻ ജയിച്ചു. ഓക്കെ.